BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സീപോർട്ട് എയർപോർട്ട് റോഡ് രണ്ടാംഘട്ട നിർമ്മാണത്തിന് HMDയുടെ ഭൂമി ലഭിക്കാൻ കെട്ടിവെക്കേണ്ട 18,77,27,000 രൂപ സർക്കാർ അനുവദിച്ചു. രണ്ടാംഘട്ട നിർമ്മാണത്തിന് HMDയുടെ 1,6352 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് വികസനത്തിന് തുക കെട്ടിവെച്ച ഭൂമി വിട്ടു നൽകണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. NADയുടെ ഭൂമി ലഭിക്കാനുള്ള 23 കോടിയും ഉടൻ അനുവദിക്കുമെന്നും വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന 25.8 കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ആദ്യഘട്ടം ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെയും രണ്ടാം ഘട്ടം കളമശ്ശേരി HMT റോഡ് എയർപോർട്ട് വരെയുമാണ്. ആദ്യഘട്ടം 2019 പൂർത്തീകരിച്ചു. ശേഷിക്കുന്ന 14.4 കിലോമീറ്ററിന്റെ നിർമ്മാണം 4 സ്ട്രെച്ചറുകളായാണ് നടപ്പാക്കുന്നത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന് ഹോട്ടലുടമയെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. കടവന്ത്ര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ദേവൻ എന്നയാളാണ് പിടിയിലായത്. ഭക്ഷണത്തിന്റെ പണം ചോദിച്ചപ്പോഴാണ് ഇയാൾ വടിവാൾ ഉയർത്തി ഹോട്ടലുടമയെ ഭീഷണിപ്പെടുത്തിയത്. കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ദേവൻ. ഞായറാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം. ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തിയ ദേവനും സുഹൃത്ത് ബിരിയാണി ഓർഡർ ചെയ്തു. ഇടയ്ക്കിടെ ഇവർ ഇതേ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം പണം ചോദിച്ചപ്പോഴാണ് ദേവൻ രോക്ഷാകുലനായത്. ഉടമയോട് കയർത്ത ദേവൻ എളിയിൽ നിന്ന് വടിവാൾ ഊരി വീശുകയായിരുന്നു. ഇതെല്ലാം ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിലുണ്ട്. പ്രതി ലഹരിയിലാണെന്ന് സംശയിച്ചതിനാൽ കടയുടമ കൂടുതൽ പ്രതികരിക്കാൻ ശ്രമിക്കാതെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഞായറാഴ്ചയായതിനാൽ കടയിൽ നല്ല തിരക്കായിരുന്നു. പ്രതി ഭീതിത അന്തരീക്ഷം സൃഷ്ടിച്ചതിനാൽ 1.5 മണിക്കൂറുകളോളം കടയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടുവെന്നും കടയുടമ പറഞ്ഞു. ഇയാൾ കടയിൽ നിന്ന് പോയി 10 മിനിറ്റിനുള്ളിൽ കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. കലാലയ മതിൽക്കെട്ടിന് പുറത്ത് പാഠപുസ്തകങ്ങളിൽ ഉള്ളതിനേക്കാളേറെ പഠിക്കാനുണ്ടെന്ന തിരിച്ചറിവാണ് എടത്തല MES MK മക്കാർ പിള്ള കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളെ സാമൂഹിക സേവന മേഖലയിലേക്ക് വഴി നടത്തിയത്. തങ്ങളുടെ ജീവിതം സഹജീവി ക്ഷേമത്തിന് കൂടിയുള്ളതാണെന്ന ചിന്ത അധ്യാപകരും മാനേജ്മെന്റും പകർന്നു നൽകിയപ്പോൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അടക്കമുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ പ്രവർത്തനങ്ങളുമായി സജീവമായി. അടുത്ത ഒരു വർഷത്തേക്ക് എടത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശുചിത്വ പരിപാലനം ഏറ്റെടുക്കാനുള്ള കുട്ടികളുടെ തീരുമാനം സമൂഹ വികസനത്തോടുള്ള അവരുടെ സമർപ്പണത്തിന്റെ തെളിവാണ്. രോഗികൾക്ക് ശുചിത്വമുള്ള അന്തരീക്ഷവും വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്ത ബോധവും യാഥാർത്ഥ്യമാക്കാനും പദ്ധതിക്കായി. കുഞ്ചാട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിലും NSS യൂണിറ്റ് സജീവമായി ഇടപെടുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും കായികോപകരണങ്ങളും വിതരണം ചെയ്തു വരുന്നുണ്ട്. ബുധനാഴ്ചകളിൽ അഗതികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന NSS യൂണിറ്റിന്റെ ഒരു നേരം ഉച്ചഭക്ഷണ വിതരണ പദ്ധതി സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണ്. നവജാത ശിശുക്കൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്നേഹധാര പദ്ധതിക്കും ശിശുദിനത്തിൽ തുടക്കമായി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കൾക്ക് അവശ്യ വസ്തുക്കൾ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു. NSS പ്രവർത്തകർ നേതൃത്വം വഹിക്കുന്ന പ്രോഗ്രാം ഓഫീസർമാരായ MT രാജഗോപാൽ, VP ബുഷ്ര എന്നിവരാണ് പ്രിൻസിപ്പൽ ഡോക്ടർ R മുരുകൻ, വൈസ് പ്രിൻസിപ്പൽ VM ലഗേഷ്, മറ്റ് അധ്യാപകർ, കോളേജ് മാഗസിൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് M അഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് MM സലീം എന്നിവരും മറ്റുമാണ്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൂടെയുണ്ട്. കൊച്ചിയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ വിദേശിയെ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച സംഭവം വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടാകുന്നത് വലിയ ആഘാതം. വിദേശ സഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്നതും രോഗബാധിതരാകുന്നതും മരണവും കൊച്ചിയിൽ ടൂറിസ്റ്റുകൾ സുരക്ഷിതരല്ലെന്ന പ്രചാരണത്തിന് വഴിയൊരുക്കുന്നതായും ഈ രംഗത്തുള്ളവർ പറയുന്നു. സ്വദേശി റൈസാദ് വൊളോവൻകോയാണ് ഡെങ്കിപ്പനി ബാധിച്ച് ഞായറാഴ്ച മരിച്ചത്. ടൂറിസം സീസൺ ആരംഭിച്ചിരിക്കെ വിദേശി ഡെങ്കിപ്പനി ബാധിതനായി മരിച്ച സംഭവവും വിദേശി യുവാവ് കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിലിരിക്കുന്ന കാനയിൽ വീണ് കാലൊടിഞ്ഞ സംഭവവും 1 മാസം മുൻപ് വിദേശിക്ക് നായയുടെ കടിയേറ്റ സംഭവവും സഞ്ചാരികൾക്കിടയിൽ വലിയ ആശങ്കയാണ് പരത്തിയിട്ടുള്ളത്. പുതുവത്സര ആഘോഷങ്ങൾ അടുത്തെത്തിയ വേളയിൽ ഇത്തരം പ്രചാരണങ്ങൾ കൊച്ചിയുടെ ടൂറിസത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്നും ടൂറിസ്റ്റ് ഗൈഡുകൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നു. മരിച്ച വിദേശി 75 വയസ്സുകാരനായിട്ടും ഡെങ്കിപ്പനി എന്ന് റിപ്പോർട്ട് വന്നിട്ടും ചികിത്സയുടെ കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നേരത്തെ വിദേശി കാനയിൽ വീണ് കാലൊടിഞ്ഞ
ഒടിഞ്ഞ സംഭവവും ആശുപത്രി അധികൃതർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി എത്തിച്ച യുവാവിനെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മടങ്ങിയിരുന്നു. അവസാനം കോട്ടയത്തേക്ക് കൊണ്ടുപോകാതെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള മടക്കൽ തുടർന്നതോടെ 3 മണിക്കൂറാണ് ഈ യുവാവ് വേദന കൊണ്ട് പൊളഞ്ഞത്. അതിഥികളായെത്തുന്ന വിദേശ സഞ്ചാരികളോട് പോലും സർക്കാർ ആതുരാലയങ്ങളിൽ കരുണ കാണിക്കുന്നതിനെതിരെ തെളിവുകളാണ് ഇവയെന്നും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരോപിക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.